ഓൻ കൊമ്പങ്കാട്ടത്തെ കുട്ടിയാന്ന് പറയാൻ തന്നെ മാനക്കടയിക്കും. ഒരെ തടി ഒന്ന് ശരിയാക്കിയിട്ട് ബാക്കി പരിപാടിയുള്ളൂ. പേടിപ്പിച്ചാല് ഇത് വെറുതെ വന്നു. നിങ്ങളെങ്ങട്ടാ പോണു? നിനക്കെന്താ ഇപ്പൊ ട്രെൻഡ് എന്ന് പറഞ്ഞത് ഞെട്ടിക്കലല്ലേ? ഇതാണ് നമ്മളെ ഞെട്ടിക്കൽ ചായ. ഞാനേ കുഞ്ഞാപ്പൂവിന്റെ തടിയൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം. അപ്പൊ കുറച്ച് ആട്ടിറച്ചി വാങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് തലക്ക് സുഖല്ലേ? ഓനാ താക്കത്ത് വാങ്ങിക്കൊടുത്തൂടെ? അപ്പൊ താക്കത്തില്ലായി തന്നെയല്ലേ ഓനെ ഈ ആട്ടിറച്ചി വാങ്ങിക്കൊടുക്കാൻ പോണത്. അനക്ക് ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് തരാം. തിന്നുമ്പോ കുത്തിങ്ങനെ നടക്കല്ലേ? എന്റെ ചെറുക്ക ഇന്നും ഇങ്ങനെ കോല് മാറി നടക്കണം. ഇയാൾ ഈ ലോകത്തൊന്നല്ലേ? താക്കത്ത് എന്നുള്ള ആട്ടിലേക്ക് ഇറങ്ങിയെന്ന് ഇയാൾ അറിഞ്ഞിട്ടില്ലേ? അടിപൊളി. ഒരു സമൂസ എന്താ? എന്തോന്നടത്? ഇതാണ് ഞെട്ടിക്കൽ സമൂസ. ഇവിടെ കണ്ടമാനം ബ്ലോഗർമാർ വരുന്നുണ്ട്. അതിൽ 1ാം നമ്പർ നമ്മളായി നിൽക്കണം. അതിന് ഒന്നാമത് എപ്പോഴും കൊമ്പങ്കാട്ടാരനെ കറപ്പിച്ചേ. അതാണ് കാണിച്ചു തരാം. ഈ എത്ര വേണ്ട? ഒരു 5 ആ ചെറുക്കനെ തടി നിന്നിട്ട് ഉസാറാണ്. നിങ്ങൾ ഒന്നരാട ആട്ടടിച്ചോണ്ട് കുഞ്ഞാപ്പൂരെ തടി തന്നില്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം. കിലോ 55-65 സഹായ വില. ഞങ്ങളുടെ നഷ്ടം നിങ്ങളുടെ ലാഭം. അതെന്താ കാര്യം അതും പറഞ്ഞോണ്ട് ആദ്യം നല്ലോണം ആടും കുറച്ച് മരുന്നിട്ടിട്ട് ഒരു ആട്ടിലേക്ക് ഇറങ്ങിക്കണം. അതിന്റെ പേരാണ് താക്കത്ത്. അതാണ് വാങ്ങിക്കൊണ്ട് കൊടുക്കാനോ. അത് ആദ്യം പറയണ്ട അംസേജ്. തിന്നോളി, നല്ല ടേസ്റ്റ് ആണ്. ഞെട്ടിയാ പടച്ചോനെ മേജറും സുണകനും നോക്കാം. എവളോ പെരിയ പൊരിഞ്ച കോളി. അതെ സുണകൻ 12 പീസ് മിനി ബ്രോസ്റ്റഡ് കോംബോ വെറും കിട്ടണ കാശിയുടെ ചവച്ചു തുപ്പണ്ട് കടവാക്കി വിളിതല്ലേ. ഞെട്ടാത്തല്ല സാധനം ഉണ്ടാ ഉണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ഞെട്ടിനൊരു സാധനം ഉണ്ട്. എടുക്കട്ടെ, കൊണ്ടുപോവാ. കേൾക്കും പൈക്കോളിന്റെ മോലാളി ചീത്താറ്. എന്താ കോയാക്ക സാധനം വാങ്ങാതെ പോയി? അയാള് ബോട്ടിക്കാണ് നിൽക്കണത്. ബോട്ടി വലിക്കുന്നില്ല, പോവാൻ പറയാം. ഒന്ന് നിന്നാ പഠിച്ചവനെ കോയാക്കാണല്ലോ. എന്തേ? ഞാൻ ഒരു കാര്യം ചോദിക്കാനാ. ഈ താക്കത്ത് നിന്ന് ഇറങ്ങാണ്ട് ആട്ടിലേക്ക് ഇറങ്ങിക്കും. അതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയോ? പിന്നെ അറിയാതെ ബോധം പോയാ കാക്കേ? എന്തിയേ ഞെട്ടി. ഞാൻ പറഞ്ഞില്ല ഞെട്ടുന്ന്. 199 റുപ്യ ആട്ടേണ്ടി വരും. ബോംബെ അംസ ഔക്കുറിനി മിക്കവാറും ഇവിടെ നാട്ടുകാരെന്നോ ഗൾഫുകാരെന്നോ നോക്കാനോ എല്ലാവർക്കും ന്യായമായ വില. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത നമ്മളൊക്കെ വയസ്സങ്കാലത്ത് പിടിച്ചിരിക്കണ അയിമല്ലേ? നിങ്ങൾക്ക് എന്തിനാ? എന്റെ കുഞ്ഞാപ്പൂവിന് കൊടുക്കാനാണ്. ഓന് ഒന്നിനും ഒരു ശക്തി ഇല്ലാത്ത ഒരു ബലമില്ലാത്ത മാതിരി. എന്ത് തിന്നിട്ടാണ് ശരീരത്തെ പിടിച്ചില്ലാന്ന്. അടിപൊളി. എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേരാണ് കാലാഞ്ചി തവ പൊള്ളിച്ച് ഞെട്ടിച്ചത്. അടിപൊളിയാ. താങ്ക് യു. യുദ്ധണ്ടാവാൻ സാധ്യതയുണ്ട്. സീക്രമാ ചൊല്ലി ലഡാക്ക് പോളാം. അതെ, പെട്ടെന്ന് പറഞ്ഞിട്ട് വാ. ചക്കി ഫ്രഷ് ആട്ട 5 കിലോന് 199 രൂപ. കാര്യങ്ങളൊക്കെ വിളിച്ചു നോക്കത്തില്ല കേട്ടാ. വേഗം വിറ്റീർക്കാൻ നോക്കി. ടാക്കീസിൽ പുതിയ തെലുങ്ക് ടപ്പിംഗ് പടം വന്നിരിക്കുകയാണ്. എങ്ങനെ നീയാ ഞാനാവും അപ്പനാറ അതിന് പറ്റുമത് തന്നെ. അത് മാത്രല്ല കോയക്ക, മേജർ വെടി ഹംസനെ കണ്ടു കണ്ടാ വിളിച്ചത്. അല്ല എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം. ധൈര്യമായിട്ട് പറയും. ഞാൻ എന്നാലും അംശ പിന്നെ നിങ്ങളുടെ ഉപ്പുപ്പാന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഞാൻ അധ്വാനിക്കുന്ന കാശന്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നാ ഞാൻ അധ്വാനിക്കുന്ന അങ്ങനെയാണ് ഇപ്പൊ ഒരു പാക്കറ്റ് നിൽക്കൂലല്ലോ. പറക്കെ പോലെ പോലെ ഒറ്റ മിനിറ്റ്. ഞാൻ ഇച്ചിരി കാര്യം ചോദിച്ചാണ്ട്. എന്തേ ഈ താക്കത്ത് നിറങ്ങാണ്ട് നാട്ടിലെ ഇങ്ങനെ പറയാൻ പറ്റേ? പറയാന്ന് 5 കിലോന്റെ ഉജാല 350 റുപ്യ. നിങ്ങൾ വിഴുങ്ങിക്കോ തിന്നിങ്ങലെ തള്ളേ ചാരായ തള്ളേ. ഇത് ആരാണ് കർത്താവേ? വരണം കൊച്ചു പറഞ്ഞിക്കണല്ലോ. അത് ഉള്ളതല്ലാത്താന്ന് പറഞ്ഞ. പിന്നെന്താ എന്റെ പെണ്ണുങ്ങൾ പെറ്റിടക്കുമ്പോ ഞാൻ അതല്ലേ കൊടുത്തിന്ന്. ഭയങ്കര ടേസ്റ്റ് ആണ്. ഇടയ്ക്ക് ഞാൻ കട്ടുന്നതൊക്കെ ഉണ്ട്. ഒന്ന് കാണാൻ എന്താ ഭാഗം. അതിന്റെ കൂട് ഞാൻ ഇവിടെ ഇതിന്റെയൊക്കെ വായിൽ 6 ഒഴിച്ചു കൊടുക്കണം.
മനുഷ്യനും മനസമാധാനമായിട്ടുണ്ട്. ഞാനൊന്ന് അവിടെ വരെ പോയേരാ. ആരവിടെ? എന്റെ ചെത്തുമ്പോ വന്നിക്കണേടി. യോ ബുഡ്ഡി ഐസ 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 ആക്കുമ്പറേ വക്കീലായിട്ടില്ല, പരീക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നായാലും ആവുമല്ല. ആ പിന്നെ ഞങ്ങള് തമ്മിൽ ആഴ്ചയിൽ 300 പ്രാവശ്യം സിനിമ ടാക്കീസ് വെച്ച് കാണും കേട്ടാ. അടുത്ത ആഴ്ച ആ അതടക്കണു. ഇതാ ആ ഇതന്നെ സാധനം. എന്നാ ഇതൊന്നും ഞാൻ കൊണ്ടുപോകും. ഇതെനിക്ക് ആവശ്യമില്ലല്ലോ. ഇല്ലല്ല. ആ ആയിക്കോട്ടെ. അത് ഐസ് വെച്ച് കുത്തിയൊന്നല്ല, അതിന്റെ സെറ്റപ്പ് അല്ല. എന്തല്ലോ ജാന്റെ പണിയൊക്കെ. ഒരു ലിറ്ററിന്റെ മിൽമന്റെ വാനില ഐസ്ക്രീം. റാണിയുടെ പടം ഓപ്പറേറ്റർ വേലായുധം പറഞ്ഞു പുതിയ കാപ്പി സെക്സ് സെക്സ്. എന്റെ കർത്താവേ, ഇവന്റെ ഒരു സിനിമ. എന്റെ കർത്താവേ, ഇന്നത്തെ ദിവസം പോക്കാണ് കേട്ടോ. മമ്മൂട്ടിയെ അല്ല മോട്ടിയെ എന്റെ പറ്റി ആട്ടർച്ച് കൊണ്ടുവരുന്ന നടക്കണേ. എന്റെ ശരീരമൊക്കെ അതാക്കണം ഇങ്ങനെ മുഷ്ടിപ്പെടാൻ കൊണ്ടുവരുന്ന പറ്റി. ആ ഞമ്മളെ പറ്റി അറിഞ്ഞില്ലേ? എവിടുന്നാണ് ഒരു തത്തമ്മന്റെ ഒച്ചേക്കണേ? വാർത്ത പാപ്പുട്ടിയാണല്ലേ. ഡബിൾ ബ്ലാങ്കറ്റിനൊക്കെ 499 ആ കാലമാടം കേസുകാർ പറഞ്ഞിട്ടുണ്ട് 65 രൂപ. സ്വർണത്തിന്റെ വിലയല്ലേ ചോദിച്ചത്. വായിലെ വെള്ളം പറ്റണവരെ വില വേശി അവസാനം മീൻ മാങ്ങാണ്ട് വീട്ടിലാട്ട് പോകും. അതിന് ചാട്ടർച്ചി കൊടുത്തിട്ട് എന്റെ തടി നന്നായതേനെ. കുഞ്ഞാപ്പോ അതാക്കണേ നിന്റെ പറ്റി വല്ലോ. എവിടെ പറ്റി ആട്ടർച്ചി? ആട്ടർച്ചിന്റെ ആവശ്യമില്ല. ഇനി ഇത് തിന്നാ മതി. പെട്ടിയോ? ആ രമണിയെ ആ പുണ്യാട്ടനോ? അറിയാത്ത മാറി പോവാ. വെനൻസിയ എന്ന് പറഞ്ഞൊരു ഓറഞ്ച് ഉണ്ട് ഇവിടെ. 99 രൂപ ഉള്ളൂ. ഞാൻ ഇന്നൊരു പണി ഒപ്പിച്ചുതരാം. ഞങ്ങൾ അങ്ങോട്ട് മാറിക്കാം. പട്ടി റൊട്ടി കടിച്ച മാതിരി ഒരു മോന്ത കണ്ടിട്ടുണ്ടോ അമ്മ? എന്നാ നോയിക്കോളി. പെട്ടിയല്ല. താങ്ങാത്ത ഈടെ പൊട്ട, ഇത് താങ്ങാത്തല്ല, താക്കത്ത് എന്ന് പറഞ്ഞ ലേഹാണ്. അതാ ഈ ആ മേടിക്കാം. അല്ല ബാബുട്ടിയെ താനുണ്ടോ ഇവിടെ? പുണ്യാട്ടാ ഞാനല്ലേ ഈ വാർത്ത ആകെ പരത്തിയത്. നേരോ കേശുനാരെ നല്ല വറ്റിയും കാളാഞ്ചിണ്ട് പടക്കിനത്. പിടക്കുന്ന മീനാണോ? നമ്മളോടുണ്ട്, അത് ഇവിടെ തിന്നലുണ്ട്. ഈ സാധനം ഇവിടെ ഉണ്ടായിച്ചാ നാളെ ആകെ ശിക്ഷിച്ചേ. എനിക്ക് മനസ്സിലായില്ലല്ലോ മോട്ടെ. അത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8. നന്നായി. തവളി നീർക്കോലിയല്ലേ ആ വരുന്നേ? ആ ഇത് കലക്കിട്ടോ. നിറപറന്റെ പൊട്ടുപൊടി. ചറപറ തൊട്ട് കളിയോ? അതാ കളി. എന്നാ ഞാൻ എന്നെ തൊട്ട്. കുഞ്ഞല്ലാമേ, ആ എന്റെ പിടക്കിന പ്രായം താൻ കണ്ടിരുന്നതല്ലേ. എന്നാ എനിക്ക് ഭാര്യമാര് 4 എങ്കിലും എന്റെ അപ്പച്ചൻ രക്ഷപ്പെട്ടേനെ. ആ വില പറ. ഈ സാധനം നമ്മളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അരക്ക് ഓളത്ത് വാങ്ങി തന്നൂടെ? അതിന് എനിക്ക് നിങ്ങളിത് തന്നാലല്ലേ? നിങ്ങളല്ല ഈ മിൾട്ടി വെറുതെ അല്ല. എനിക്ക് ഇത്ര ചൊറുക്കും ഇത്ര തടിയില്ലേ ചിന്നത്തോടെ ഒറ്റ കുത്താണ് കുത്തിയാടല്ലോ. നിങ്ങൾ മാറുന്ന നിറപറന്റെ പൊട്ടുപൊടി 1 കിലോത്തിന് 2 എണ്ണത്തിന് വെറും 99 റുപ്യ. നോക്കല്ലേ വാ. വറ്റ 50 രൂപ, കാളാഞ്ചി 60 രൂപ. ഈശ്വര, യുദ്ധകാലത്ത് പോലും ഇത്ര വില ഉണ്ടായിരുന്നില്ലല്ലോ. ഒറ്റയും കാളാഞ്ചി വേണം ഇപ്പത്തിന് പോണേ. ശരിക്കുള്ള വില പറ. ഒറ്റക്ക് മുണിങ്ങേ. ഇതെങ്ങനെ കിട്ടാ പറഞ്ഞാ എനിക്ക്? ഇവര് വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി. നമ്മളെ പെരിക്കെത്തും. നല്ല സാധനമാണ് പറ്റിയേ. കൊമ്പങ്ങാട് കോയ വെജത്തെ 2 ബക്കറ്റൊക്കെ ആയിട്ട് നടക്കണേ. നീർക്കോലിയെ 29-30 സുനാമിയാണ് നെസ്റ്റോലേന്ന്. സുഡാനി വന്നിട്ട് നഷ്ടോ ഇവിടെ? എന്റെ അമ്മച്ചി പറഞ്ഞതിനപ്പുറം ഒരു പൈസ കുറയില്ല. ഇത് 8 വീട്ടുകാർക്ക് വേണ്ടിയാ. 8 വീട്ടിലല്ല 10 വീട്ടിലായാലും വില കുറയൂല. അവര് വിചാരിച്ച നിന്റെ കച്ചവടം പൂട്ടിക്കും. എന്നിട്ട് അവന്മാർ കോയന്റെ പേരേക്ക് 2 പാക്കറ്റ് മോൾട്ടും കുഞ്ഞാപ്പോ. ഇച്ചുമാണൊന്ന് ഇപ്പച്ചിക്കും വേണം. മൊത്തം 3 എണ്ണം. സുഡാനി വന്നിട്ട് നഷ്ടം. ഇവിടെ തുറന്നിട്ടില്ലേ? ഇവിടെ നീച്ചാണ്. എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കോളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ചില ഭാഗങ്ങളിൽ ഓട്ടം ചെല്ലുന്നില്ലടോ. ആ ആദ്യം ഒരു അല്പ അസൗകര്യം. വെറുതെ കൊമ്പങ്കാട്ടിൽ എനിക്ക് മാത്രം അത്ര താക്കത്ത്. കുൽസുത് തിന്നാത്തത് നന്നായി. ചങ്കളെ പണ്ട് നമ്മളെ വല്യ എനിക്കിപ്പോ ചെവി കേട്ടോ. ശനി ഞായറും 29-30 നെസ്റ്റോല് സുനാമി പറഞ്ഞൊരു ഓഫർ നടക്കണ്ടാവും. നാട്ടുകാരെ അറിയിച്ചാൽ നമ്മൾ വന്നിട്ടുണ്ടേ. മീൻ കച്ചവടം തുടങ്ങുക. ഓടെ പെരട്ടതായരെ അവന്റെ തന്തയ്ക്ക് വിളിക്കില്ല. നിങ്ങളുടെ എന്തൊക്കെ പറഞ്ഞില്ലല്ലോ. അവന്റെ എന്തൊക്കെയല്ലേ പറഞ്ഞത്? അവന്റെ തന്ത ആരെന്ന വിചാരം? പോരെ തന്നെ ചങ്കളെ നവംബർ 29-30 ശനി. ചേട്ടാ ഇത് എന്ന് പറഞ്ഞാണ് ഞാൻ നിന്റെ ചേട്ടനായത്. അതെ, ഇതുവരെ ഇല്ലാത്തവനൊക്കെ ചേട്ടാന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടമുള്ള കാര്യം. വില പറ. കിലോ 60 രൂപ.